സഖാ വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞു. ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിൽ വെച്ച് സഖാ വി എസ് അന്തരിച്ചത്. അദ്ദേഹം ജീവിതകാലഘട്ടം മുഴുവൻ ഏതാണ്ട് ഒരു 85 വർഷക്കാലം കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിന്ന ഒരു ധീരനായ പോരാളിയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി രഹസ്യമായി പ്രവർത്തനം ആരംഭിച്ചു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങളിലൂടെ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവ സാന്നിധ്യമായി. ആ സജീവ സാന്നിധ്യത്തിൽ നിന്നാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പോരാളിയായി ഉയർന്നു വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒട്ടനവധി ധീരമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അദ്ദേഹം ഒളിവിലും തെളിവിലും ജീവിച്ചു. വളരെ കഷ്ടപ്പെട്ട് ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന് കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്ന് കമ്മ്യൂണിസ്റ്റായി ഈ കേരളത്തെയും നാടിനെയും നയിക്കുന്ന ധീര പോരാളിയായി അദ്ദേഹം ഉയർന്നു വന്നു. കേരളത്തിൽ അദ്ദേഹം നിരവധി തവണ 7 തവണയോളം പ്രതിപക്ഷ നേതാവായിരുന്നു. നിരവധി തവണ അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവായിരുന്ന അവസരത്തിൽ കേരള നിയമസഭയിലെ പൊരുതുന്ന സിംഹമായിരുന്നു അദ്ദേഹം ഭരണരംഗത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം തൻ്റെ കരുത്തും ശക്തിയും തെളിയിച്ചു. അധ്വാനിക്കുന്ന ജനങ്ങളോട്, പ്രത്യേകിച്ച് കർഷക തൊഴിലാളികളോട് അങ്ങേയറ്റ സ്നേഹവും ആദരവും കാണിച്ചു. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ, ചളിയിൽ വീണ് കിടക്കുന്ന മനുഷ്യരെ കൈപിടിച്ചുയർത്തി അവകാശബോധമുള്ളവരാക്കി മാറ്റിയ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക നേതാവാണ് സഖാ വി എസ്. ആ വി എസും നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൽപ്പെട്ടവർ മാത്രമല്ല, കേരള ജനതയാകെ, ഇന്ത്യയിലെ ദേശാഭിമാനികൾ, സ്വാതന്ത്ര്യ സമര പോരാളികൾ, ഇന്ത്യയിലെ തൊഴിലാളി കർഷകാദി ജനവിഭാഗങ്ങൾ എല്ലാം ഈ ദുഃഖത്തിൽ പങ്കാളികളാവുകയാണ്. ഈ നാടിൻ്റെ ദുഃഖത്തിൽ എല്ലാവരും പങ്കാളികളായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആ വിപ്ലവകാരികൾക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹവുമായിട്ട് പാർട്ടി രംഗത്തും നിയമസഭയിലും ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള അനുഭവം എനിക്കുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം 1970 ഈ കണ്ണൂർ ജില്ലയിൽ മാടായി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ആ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ വന്ന സഖാ വി എസിനോടൊപ്പം എത്രയോ ദിവസങ്ങൾ ഞാനുണ്ടായിരുന്നു. ആ 70 കാലഘട്ടം മുതലാണ് വി എസുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആ പ്രവർത്തനങ്ങൾ ഇന്ന് വരെ തുടർന്നു. അദ്ദേഹം ഏതാനും 2 ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം ആശുപത്രിയിലാണ്, അത്യാസന്ന നിലയിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അവിടെ പോയി. അന്ന് അദ്ദേഹത്തിൻ്റെ മകനെയും കുടുംബാംഗങ്ങളെയും കണ്ടു. അല്പം മെച്ചമുണ്ട് എന്ന വാർത്ത കേട്ട് ഞാൻ തിരിച്ചു വന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് അത്യാസന്ന നിലയിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോയി. അന്നും അവിടെ പോയപ്പോൾ ആ സാധാരണ നില തുടരുകയാണ്. അത് മറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അദ്ദേഹം കുറേ ദിവസങ്ങളായി ആശുപത്രിയിൽ മല്ലടിച്ച് രോഗത്തോട്, അദ്ദേഹത്തിൻ്റെ ശക്തി പോരടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രോഗത്തോട്. അവസാനം അദ്ദേഹവും നമ്മെ വിട്ടുപിരിഞ്ഞു.